ചതുഷ്പാദം. എങ്ങനെയൊക്കെയാണ് കടന്നു വരുന്നത്? ആദ്യം ഒരു പാദമുള്ളത്, പിന്നീട് 2 പാദമുള്ളത്, 3 പാദമുള്ളത്, 4 പാദമുള്ളത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ജീവാത്മാവ് പല യോനികളിലൂടെയും ശരീരങ്ങളെയും എടുത്തിട്ടുണ്ട്. ഡാർവിൻ്റെ തിയറി പ്രകാരം നമ്മൾ മത്സ്യത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് വന്ന് അമീബ മുതൽ ഉള്ളൊരു എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ അനവധി രൂപങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ ജീവാത്മാവ് രൂപങ്ങൾ എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴോ യഥാ ജഗൺഷൻ പുരുഷ കാസ്നേന പ്രകൃതേർ ഗുണാൻ നവദ്വാരം ദിഹസ്താംഗി തത്ര മനതസാദ്യതി. ഇപ്പം നവദ്വാരമുള്ള ഒരു ശരീരം എടുത്തിരിക്കുന്നു. ഏതാ ശരീരം? മനുഷ്യ ശരീരം. മനുഷ്യ ശരീരത്തിൽ നവദ്വാരങ്ങളുണ്ട്. ഇതെടുത്തിരിക്കുന്നു പറയാനും. ഇനി അവിജ്ഞാത സുഹൃത്തുണ്ടായിരുന്നു പറഞ്ഞില്ലേ? അതാരാണ്? അവിജ്ഞാത പുരുഷസ്യ സഖാ ഈശ്വര. ആരാണ്? ഈശ്വരൻ എന്ന് വെച്ചാൽ പരമാത്മാവ് എന്നർത്ഥം. അപ്പം ഈ ശരീരത്തിൽ ജീവാത്മാവുമുണ്ട്, പക്ഷെ പരമാത്മാവുണ്ട് എന്ന കാര്യം ആർക്കറിയില്ല? ജീവാത്മാവിനെ അറിയുന്നു. അതുകൊണ്ടാണ് അവിജ്ഞാത സുഹൃത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇനി ഒരു പെൺകുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞല്ലോ. ബുദ്ധിം തു പ്രമദാം വിദ്യാൽ മമാഹമിതിയത്കൃതം യാ മതിഷ്ഠായ ദേഹിസ്മിൻ പുമാൻ ഭുക്തേ ക്ഷബിർഗുണൻ. ഈ ശരീരത്തിലിരുന്നു കൊണ്ട് അനുഭവങ്ങൾ അനുഭവിക്കാൻ എല്ലാ ഇന്ദ്രിയങ്ങളോടും ചേർന്ന് സുഖവും ദുഃഖവും സന്തോഷവും അതുപോലെ ഓരോ അനുഭവങ്ങളെയും കേൾക്കുക, കാണുക, അനുഭവിക്കുക, രുചിക്കുക, മണക്കുക, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് ഏതു ഭരണത്തിലൂടെയാണ്? ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് അനുഭവിക്കണമെങ്കിലും ആരുടെ സാന്നിധ്യം വേണം? നിങ്ങൾ മധുരം അനുഭവിക്കുന്ന സമയത്ത് ഇന്ദ്രിയത്തിലാണ് വെക്കുന്നെങ്കിലും അതിന് മധുരമുണ്ട് എന്ന് അതാര് പറഞ്ഞു തരണം? മനസ്സ്. ഇത് ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സ് നടത്തം. മനസ്സിലൂടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്രകാരം ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം പ്രമദാം ബുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സ് നടത്തം. പിന്നീട് സഖായ ഇന്ദ്രിയഗണ ജ്ഞാനം കർമ്മചയത്കൃതം. 10 ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. 11ാമത്തതെന്ന് പറയുന്നു അത് നമ്മുടെ ബുദ്ധിയാണെന്ന് പറയാണ്. അപ്പം 11ാമത്തതായിട്ട് ബുദ്ധി. ഇപ്രകാരം 11 ഭടന്മാർ ഈ ശരീരത്തിന് കാവൽ നിന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങൾ. ഇനി പറഞ്ഞു 5 പാമ്പുകളുണ്ടായിരുന്നു പറഞ്ഞില്ലേ? അതാരാണ്? പ്രാണപഞ്ചവൃത്തി യഥോ രഖ. 5 പ്രാണന്മാരെയാണ് 5 തലയുള്ള പാമ്പുകളായി പറയുന്നത്. പ്രാണ, അപാന, വ്യാന, സമാന, ഉദാന വായുക്കൾ. ഇങ്ങനെ 5 പേരാണ്. ഇനി 9 ദ്വാരങ്ങൾ എന്ന് പറഞ്ഞല്ലോ. അതേതാണ്? അക്ഷിണി നാസുകേ കർണോ മുഖം കൃഷ്ണഗുതോ ഇതി ദ്വേദേ ദ്വാരോ ബഹിർയാദി എസ്തദിന്ദ്രിയ സംയുധ. ഇനി നമുക്ക് ആ ദ്വാരങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരികയാണ്. 2 കാതുകളുണ്ടല്ലോ, മൂക്കളുടെ 2 ദ്വാരം ഉണ്ടല്ലോ, കണ്ണുകളുടെ 2 ദ്വാരം ഉണ്ടല്ലോ, വായുണ്ട്. അപ്പം എത്രയേ? 7 എണ്ണം. പിന്നെ താഴെ മലമൂത്ര വിസർജനങ്ങൾ. അങ്ങനെ 7 എണ്ണം മുകളിലും 2 എണ്ണം താഴെയായിട്ട് ഇങ്ങനെ 9 ദ്വാരങ്ങൾ. പിന്നീട് ഓരോ ദ്വാരങ്ങളിലും ആരൊക്കെ ഇരിക്കുന്നു എന്നുള്ള വിസ്തരിച്ചിട്ട് പറഞ്ഞു. ഇനി പറഞ്ഞു പിന്നീട് ഈ പുരഞ്ജനൻ ഒരിക്കൽ രഥവുമായിട്ട് എങ്ങോട്ട് പോയി? മൃഗയാവിനോദത്തിന് പോയിന്ന്. ഏതാണ് ആ രഥം? ദേഹോ രഥം. ആരാണ്? ദേഹം രഥമാണ്. ഇന്ദ്രിയ അശ്വ. 5 ഇന്ദ്രിയങ്ങൾ അശ്വങ്ങളാണ്. സംവത്സരോയോ ഗതി. അതിൻ്റെ വേഗത കാലമാണ്. ദ്വികർമ്മ. 2 കർമ്മങ്ങളുണ്ട്, പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും. ത്രിഗുണ. 3 ഗുണങ്ങളുണ്ട് മനസ്സിൽ. ത്രിഗുണധ്വജ. അതിൻ്റെ ധ്വജം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് പോലെയാണ്, 3 കളറുണ്ട്. അതുപോലെ മനസ്സിനും 3 ഗുണങ്ങളുണ്ട്. പഞ്ചാസുരബന്ധുര. അതിന് 5 പ്രാണനാകുന്ന കയറ്, കുതിരയെ കെട്ടിയ കയറുണ്ട്. മനോരശ്മി. മനസ്സാണ് 5 കുതിരകളെയും തന്നിലേക്ക് കെട്ടുന്ന കയറ്. ബുദ്ധി സൂതോ. ബുദ്ധിയാണ് സാരഥി. ഹ്യനീടോ. ഇതിനെ ഇരിപ്പ്. ദ്വന്ദ്വകൂഭര. ഇതിൻ്റെ എന്താണ്? ദ്വന്ദ്ങ്ങളായിരിക്കുന്ന അനുഭവങ്ങളാണ്, സുഖദുഃഖങ്ങളാകുന്ന അനുഭവങ്ങളാണ്. പഞ്ചേന്ദ്രിയാർത്ഥ പ്രക്ഷേപ സപ്തധാതുവരൂതക. 7 ധാതുക്കളാൽ നിറഞ്ഞിരിക്കുന്ന, പഞ്ചേന്ദ്രിയങ്ങളാൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഇപ്രകാരമുള്ള ഈ ശരീരവുമായി മൃഗതൃഷ്ണാം പ്രതാപതിം. നമ്മൾ മൃഗതൃഷ്ണ എന്ന് പറഞ്ഞാൽ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അലച്ചിൽ ഈ ശരീരത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടോ അങ്ങനെ നമ്മൾ ഓടി പല അനുഭവങ്ങളും, കല്യാണം കഴിക്കണോ, ജോലി നേടണോ, പലതും നേടി അവസാനം നമ്മുടെ ജീവിതം നോക്കുമ്പോൾ ആകെ തലതിരിഞ്ഞു പോകണം. പണ്ടൊരു കുട്ടി പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതം. എങ്ങനെയാണത്രേ നമ്മുടെ ജീവിതം? ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ പറയുന്നത് കുട്ടിക്കാലാകുമ്പോഴേക്കും കമ്പ്യൂട്ടറും മറ്റും കാര്യങ്ങളൊക്കെ കണ്ട് സ്പൈഡർമാനാണ് അവരുടെ ജീവിതം. സൂപ്പർമാനും സ്പൈഡർമാനും ഒക്കെയാണ്. അതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാലോ പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ജോലി കിട്ടുമ്പോഴേക്കും പിന്നെ അങ്ങോട്ട് തുടങ്ങി
ജെന്റിൽമാനായി. ജെന്റിൽമാനായി കഴിഞ്ഞു. പിന്നെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് തോന്നി കുറച്ചും കൂടിയൊക്കെ ഒരു പക്വത വന്നു എന്ന്. അപ്പോൾ അവർ സൂപ്പർമാനായി, കുറച്ചും കൂടി ഒന്ന് ഉയർന്നു. അതും കൂടി കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ അങ്ങനെ വയസ്സാകുന്ന സമയത്താണ് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ക്രമേണ അവർക്ക് മനസ്സിലായി ഇപ്പം ഞങ്ങൾ ഡോബർമാനായിന്ന്. ഒരു ഭാഗത്തിരുന്ന് ഒന്നിനും കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിലായി. അതുപോലെ ഇപ്പോഴിതാ ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. സംവത്സര ചണ്ഡവേഗ കാലോ യേനോപലക്ഷിത തസ്യാഹാനീഹ ഗന്ധർവ്യോ രാത്രയ സ്മൃത. അങ്ങനെ ഇരിക്കെ അങ്ങോട്ട് കടന്നു വരുന്നു സംവത്സര ചണ്ഡവേഗ. ആരാ ഈ ചണ്ഡവേഗൻ? കാലോ. ആരാണ്? കാലമാണ്. അപ്പോൾ ഇയാളുടെ 360 സൈന്യം എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? 360 ദിവസങ്ങളാണെന്ന് പറയാണ്. അപ്പോൾ ഈ കറുത്തവരും വെളുത്തവരും എന്ന് പറയുന്ന ആരായിരിക്കണം? രാത്രിയും പകലുമാണ്. പിന്നെ പുരുഷനും ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് പറയുന്നത് ഉത്തരായണവും ദക്ഷിണായനങ്ങളൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുന്നതാണ്. ഇപ്രകാരം അവർ വന്നു. എന്നിട്ടോ കാലകന്യ ജര. ആരാണ് കാലപുത്രി? ജരയാണ്, രോഗമാണ്. സാക്ഷാൽ ലോകസ്ഥാം നാഭിനന്ദതി. അവളെ ഒരാളും കല്യാണം കഴിക്കില്ല, കാരണം അവൾ രോഗമാണ്. സ്വസാരം ജഗൃഹേ മൃത്യു. അവളെ സഹോദരിയായിട്ടെടുത്തു യവനൻ. ക്ഷയായ യവനീശ്വര. അവനാരാണ്? മൃത്യു. ആരാണ്? മൃത്യുവാണ്. എന്നിട്ടോ അവളെ പിന്നെ കല്യാണം കഴിക്കുന്നത് ആരാണ്? പ്രജ്വരനാണ്. ആരാ പ്രജ്വരൻ എന്ന് പറഞ്ഞാൽ? ജ്വര. ജ്വര എന്ന് പറഞ്ഞാൽ ആദിവ്യാധികളാണ്. അപ്പോൾ അവള് ജ്വരയാണ്, വാർദ്ധക്യമാണ്. വാർദ്ധക്യമാകുന്ന അവളെ സഹോദരിയായിട്ടെടുത്തു മൃത്യു. അവളെ കല്യാണം കഴിച്ചു ആദിയും വ്യാധിയും. ഇപ്രകാരം ഏവം ബഹുവിധേ ദുഃഖൈ ദേവഭൂതാത്മസംഭവേ ക്ലിശ്യമാന 100 വർഷം ദേഹേ ദേഹി തമോവൃത. ഈ ദേഹത്തിലിരുന്ന് പല അനുഭവങ്ങളും അനുഭവിച്ച് ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രശ്നം, ദേഹവും ബന്ധപ്പെട്ടവരുടെ പ്രശ്നം, ദേഹം ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുക്കളുമായി പലതുമായി ചേർന്ന് യഥാത്മനമവിജ്ഞാത ഭഗവന്തം പരം ഗുരും പുരുഷസ്തു വിഷജ്ജേത ഗുണേഷ പ്രകൃതേ സ്വകൾ. തൻ്റെ ഗുരുവായിരിക്കുന്ന അന്തരാത്മാവായിരിക്കുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായിരിക്കുന്ന ഭഗവാനെ ഗുരുവായി അവിജ്ഞാത അറിയാതെ ഗുണേഷ പ്രകൃതേ പ്രകൃതിയിലേക്ക് ചേർന്നുകൊണ്ട് ഗുണാഭിമാനി സതതാ കർമാണി കുരുതേ വശാ ശുക്ലം കൃഷ്ണം ലോഹിതം വാ യഥാ കർമാഭിജായതേ. ഒരു വശത്ത് ജീവിക്കാനുള്ള കർമ്മങ്ങൾ, മറുവശത്ത് ഈ ശരീരവുമായി ബന്ധപ്പെട്ടതൊക്കെ നിലനിർത്താനുള്ള അനുഷ്ഠാനങ്ങളുടെ കർമ്മങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെ കർമ്മങ്ങൾ ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ കാണുന്നത് ദുഃഖോദർക്കൻ ക്രിയായാം തമശോകോൽക്കടൻ കൊതിൽ. ശോകത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മനസ്സ് മുക്തമാവുന്നില്ല. എന്നിട്ടോ അത് വെച്ച് മരിക്കുന്നു. ആ ദുഃഖവും ശോകവും ഭയവും വെച്ചിട്ട് അങ്ങനെ മരിച്ചിട്ടോ ക്വചിത് പുമാൻ ക്വചിച്ച സ്ത്രീ ക്വചിന്നുഭയമന്തതീം ദേവോ മനുഷ്യതിര്യക്വാ യഥാ കർമ്മഗുണം ഭവ. ഇങ്ങനെ മനസ്സിൽ ഏതിനോടാണോ ആസക്തിയുള്ളത് ആ ആസക്തി വെച്ചിട്ട് ഒന്നുകിൽ പുമാൻ, അല്ലെങ്കിൽ സ്ത്രീ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇങ്ങനെ ദേവോ മനുഷ്യതിര്യക്വാ യഥാ കർമ്മ ഗുണം ഭവ. ശ്രദ്ധിക്കണേ വാക്കുകൾ. യഥാ കർമ്മഗുണം വാ. ഏതിനോടാണോ നിങ്ങൾക്ക് കൂടുതൽ ആസക്തി, ഏതു ഗുണമാണോ നിങ്ങൾ ആർജിച്ചിരിക്കുന്നത് ആ ഗുണത്തിനനുസരിച്ച് നിങ്ങളുടെ മനസ്സ് ഇനിയും ജന്മങ്ങളിലേക്ക് കടന്നു പോകേണ്ടതുണ്ട്. ആരാ നിശ്ചയിക്കുന്നത്? നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സ് ഏത് നിശ്ചയിക്കണം എന്ന് നിശ്ചയിക്കുന്നത് മനസ്സാണോ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സല്ല. നമുക്ക് വിവേകം തന്നിട്ടുണ്ട്. നമ്മൾ ആ വിവേകത്തെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവിവേകമുള്ള മനസ്സ് അവിവേകമായിട്ടുള്ള കാര്യങ്ങൾ വിവേകമാണെന്ന് തെറ്റിദ്ധരിക്കും. അതപ്രകാരം ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് ശരീരം ഉപേക്ഷിക്കും. എന്നിട്ടോ തഥാ കാമാശയോ ജീവ ഉച്ചാവജാപദാഭ്രമൻ ഉപര്യതോ വാ മധ്യേ വാ യാതിദിഷ്ടം പ്രിയാപ്രിയം. ഓരോന്നിനോട് പ്രിയവും അപ്രിയവും കാണിച്ചുകൊണ്ട് ഒന്നുകിൽ ഉയർന്ന ജീവിതം അല്ലെങ്കിൽ താഴ്ന്ന ജീവിതം. ഉച്ചാവചേഷു. ഇപ്രകാരമൊക്കെ പോയിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയുന്നില്ല. യഥാഹി പുരുഷോപാരം ശിരസാ ഗുരുമുദ്വഹൻ തം സ്കന്ധേന സാധത്തെ തഥാ സർവ പ്രതിക്രിയ. ഒരു ദുഃഖം വരുമ്പോൾ അമ്പലത്തിലേക്ക് ഓടി. അതേതുപോലെയാണ്? ഏതുപോലെയാ ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ശിരസിലുള്ള ഭാരം സ്വസ്കന്ധമാതത്തെ സ്കന്ധേന കഴുത്തിലേക്ക് ഇടുന്നത് പോലെയാണ്. അയാൾ ഭാരമിറക്കി വെക്കാനല്ല തോന്നുന്നത്. അയാൾ ഭാരത്തെ ഒരിടത്തു നിന്നും അമ്മമാർ കുട്ടികളെ കൊണ്ടുപോകുന്ന ചെറിയ കുട്ടികൾ എടുക്കുന്നത് പോലെയാണ്. ഒരു വശത്ത് കുട്ടിയെ എടുത്ത് തളർന്നു കഴിഞ്ഞാൽ മറ്റേ വശത്തേക്ക് ഇരുത്തും. എന്നാൽ കുട്ടിയെ താഴെ വയ്ക്കാൻ പറ്റില്ല. ഇതുപോലെ നമ്മൾ തൽക്കാലത്തേക്കുള്ള ആശ്വാസത്തിന് വേണ്ടി
ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്, കുറേ അമ്പലങ്ങളിൽ വഴിപാടായിട്ട് പോകുന്നുണ്ട്. എന്നാലും നമുക്ക് മനസ്സിലാവുന്നില്ല ഈ ഭാരം ഇറക്കി വെക്കാത്തോടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ഇതിൽ നിന്ന് മുക്തി കിട്ടാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് പറയണു, നൈകാന്തത പ്രതീകാര കർമ്മണം കർമ്മ കേവലം ദ്വയം അവിദ്യോപസതം സ്വപ്നേ സ്വപ്നൈവാനഖ. സ്വപ്നത്തിലിരുന്ന് സ്വപ്നം കാണുന്നിടത്തോളം കാലം അതിനെന്ത് പ്രതിക്രിയയുണ്ട്? അതൊന്ന് ഉണരുക തന്നെ വേണ്ടേ? അതുപോലെ നമ്മൾ കർമ്മണം കർമ്മ കേവലം ന പ്രതീകാര, ഒരു കർമ്മത്തിൻ്റെ വേദന തീർക്കാൻ മറ്റൊരു കർമ്മം കൊണ്ട് സാധ്യമല്ല. അതായത് തലയിലുള്ള ഭാരം ഷോൾഡറിലേക്ക് വെച്ചതുകൊണ്ട് തൽക്കാലം തലയ്ക്ക് ആശ്വാസമുണ്ടെങ്കിലും ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ മുക്തരായിട്ടില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ അമ്പലങ്ങളിൽ പോയി പല വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസമുണ്ട്, സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്. കാരണം തൽക്കാലത്തേക്ക് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ നിങ്ങൾ മറന്ന് ശ്രദ്ധ ആരിലേക്ക് വന്നു? ഭഗവാനിലേക്ക് വന്നു. പക്ഷേ അതിനർത്ഥം നിങ്ങളുടെ വിഷമം പോയി എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോഴേക്കും വീണ്ടും ആ വിഷമങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ വന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ വിഷമം പരിപൂർണമായി ഉള്ളിൽ നിന്നും പോയിട്ടില്ല. അതല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതെങ്ങനെ എടുത്തു വെക്കാൻ സാധിക്കും? അത് നമ്മൾ പരിഹാരം കണ്ടെത്താത്തടത്തോളം കാലം ഇങ്ങനെ എന്ത് നടന്നിട്ടും സംസുതിർന്ന നിവർത്തതേ ഹർത്തേഹി അവിദ്യമാനേപി, തൻ്റെ ഉള്ളിലുള്ള ഭാരത്തെ പുറത്തേക്കിടക്കാനുള്ള വിദ്യയില്ലാത്തടത്തോളം കാലം സംസുതിർന്ന നിവർത്തതേ എന്തുണ്ടാവില്ല? സംസാരത്തിൽ നിന്നും പുറത്തു കിടക്കാൻ സാധ്യമല്ല. ഈ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന് നിങ്ങൾക്കതൊക്കെ ഇറക്കി വെക്കണമെന്നുണ്ടെങ്കിൽ വിദ്യയില്ലാത്തടത്തോളം കാലം, അതിനെക്കുറിച്ച് ഇറക്കി വയ്ക്കാനുള്ള, തലയിലുള്ള ഭാരം ഇറക്കി വയ്ക്കാനുള്ള അറിവില്ലാത്തടത്തോളം കാലം നമ്മുടെ മനസ്സിലെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മുക്തരാവാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്ത് വേണം? അങ്ങയുടെ മനസ്സ് രാജൻ ഇനി തിരിക്കൂ. ആരിലേക്ക് തിരിക്കണം? അതാത്മനോർത്ഥബോധസ്യ യതോ അനർത്ഥ പരമ്പര സംസ്ഥിതൽ വ്യവച്ഛേദാം ഭക്തിയാ പരമയാ ഗുരു. ഇനി അങ്ങക്ക് എല്ലാ അനർത്ഥ പരമ്പരകളെയും അങ്ങോട്ട് വിച്ഛേദിക്കാൻ, ഇല്ലാതെയാക്കാൻ ഒറ്റ മാർഗം ഞാൻ പറഞ്ഞുതരാം. അങ്ങയുടെ അന്തരാത്മാവിനെ തന്നെ, ആ ഭഗവാനെ തന്നെ ഗുരു ആരായി കാണണം? ഗുരുവായി കാണണം. ആരാണ് ആ ഗുരു? വാസുദേവേ ഭഗവതി ഭക്തിയോഗ സമാഹിത സദ്രീജീനേന വൈരാഗ്യം ജ്ഞാനം ച ജനയിഷ്യതി. അങ്ങയുടെ മനസ്സ് ആ ഗുരുവായിരിക്കുന്ന ഭഗവാൻ വാസുദേവനിലേക്ക്, അന്തരാത്മാവായിരിക്കുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യ സ്വരൂപനായിരിക്കുന്ന ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ അങ്ങയ്ക്ക് വിവേകമുണ്ടാവും, വൈരാഗ്യം ജനിക്കും, ജ്ഞാനം ജനയിഷ്യതി, ഭാരം ഇറക്കി വയ്ക്കാനുള്ള ജ്ഞാനം അങ്ങയ്ക്ക് കിട്ടും. അങ്ങനെ അങ്ങയുടെ മനസ്സ് അതിലേക്ക് തിരിയാൻ, ആ ഗുരുവിലേക്ക് തിരിയാൻ അതിനെന്ത് വേണം? സോ അജിരാൽ ദേവരാജശ്രേസ്യാൽ അച്യുതഗതാശ്രയ ശുണ്ണത ശ്രദ്ധദാനസ്യ നിത്യദാ സ്വാൽ അധീയത എത്ര ഭാഗവതാരാജൻ സാധവോ വിശദാശയാ ഭഗവൽ ഗുണാനുഗതന ശ്രവണ വ്യഗ്രചേതസ. ഈ ഭാഗവതം കേൾക്കൂ, ഭഗവാന്റെ ഈ തത്വങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കൂ. അങ്ങനെ സത്സംഗത്തിലൂടെ വേണം ജ്ഞാനമാർജിക്കാൻ. ജ്ഞാനമാർജിച്ചാലേ ഗുരുവായി ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. ഗുരുവായി ഭഗവാനെ കണ്ടാലേ ഗുരുവായിരിക്കുന്ന ഭഗവാനിലേക്ക് മനസ്സിൻ്റെ ശ്രദ്ധ തിരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങയുടെ ആ മനസ്സിനെ സത്സംഗത്തിലേക്ക് തിരിച്ചുകൊണ്ട് തസ്മിൻ മഹൽ മുഖരിതാ മധുവിച്ചരിത്ര പീയൂഷശേഷധരിത പരിതസ്രവന്തി തായേ പിബന്ധ്യ പിതൃശോ നൃപഗാഢകർണേ താണസ്പ്രശന്തി അസനദൽഭയശോകമോഹ. ഏതൊരു മനസ്സാണോ ഭഗവാന്റെ ഇത്തരത്തിലുള്ള സത്സംഗാദികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് അത് കേട്ടുകൊണ്ട് തൻ്റെ മനസ്സിനെ അതിൽ ഉറപ്പിക്കുന്നത്, സകല മോഹത്തിൽ നിന്നും ശോകത്തിൽ നിന്നും അവർക്ക് ഉയരാൻ സാധിക്കും. അങ്ങയ്ക്ക് ഒട്ടും ഇക്കാര്യത്തിൽ വിഷമിക്കേണ്ടതില്ല. അതുകൊണ്ട് തൽക്കർമ്മ ഹരിദോഷം യസ്യ വിദ്യാതന്മതിർയഥ. അങ്ങയ്ക്ക് ഇത്രയും കാലം എന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങ് പല യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ആ യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോഴും അങ്ങയുടെ മനസ്സ് എനിക്കിത് കിട്ടണം, എനിക്ക് ഈ സുഖം കിട്ടണം, എൻ്റെ കാര്യങ്ങൾ നടക്കണം എന്ന രീതിയിലാണ് ചെയ്തത്. അങ്ങയുടെ മനസ്സിനെ അങ്ങ് ഭഗവാനിലേക്ക് മതിരിയ, ആ മതിയെ മനസ്സിനെ അങ്ങ് ഭഗവാനിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയണം. അതുകൊണ്ട് ഇനി അങ്ങയുടെ മനസ്സിനെ ഭഗവാനിലേക്ക് സമർപ്പിക്കൂ. 50ഉം 51 ശ്ലോകങ്ങൾ വളരെ ശ്രദ്ധിച്ചു വയ്ക്കൂ. ഹരിർ ദേഹഭൃതാമാത്മാ സ്വയം പ്രകൃതീശ്വര തൽപാദമൂലം ശരണം യഥക്ഷേമോ നൃണാമിഹ. ദേഹഭൃതാം ആത്മാ, ദേഹം എടുത്തവർക്കൊക്കെ ആത്മാവ് ഹരി. ആര് തന്നെയാണ്? ഹരിയാണ്. നമുക്ക് ഈശ്വരൻ എന്നൊക്കെ പറയുമ്പോൾ ഇത് നല്ലവണ്ണം ഓർമ്മ വരണം. നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ തന്നെയാണ് ഹരി. ആ ഹരിയാണെങ്കിലോ പ്രകൃതി ഈശ്വര. ഇവിടെ ശരീരവും മനസ്സുമാകുന്ന പ്രകൃതിക്കും ഈശ്വരനാണെന്ന് പറഞ്ഞാൽ, ഈശ്വരൻ എന്നുള്ള ശബ്ദത്തിനർത്ഥം ഉറങ്ങിക്കിടക്കുന്നതിനെ
ഉണർത്തുകയും ഉണർന്നതിനെ പ്രവർത്തിപ്പിക്കുകയും വീണ്ടും അതെല്ലാം ഉറങ്ങുന്ന സമയത്ത് അതിനെ നിലനിർത്തുകയും അതിനെ നശിപ്പിക്കാതെ നിലനിർത്തുകയും ചെയ്യുന്ന ആ ശക്തിയായിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാന്റെ പാദമൂലം ശരണം. ആരെ ശരണം പ്രാപിക്കണം? ഇവിടെ പ്രാർത്ഥിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആണോ? ആ ഭഗവാനെ ശരണം പ്രാപിക്കണം. ക്ഷേമോ നൃണാം, അങ്ങേക്ക് എന്ത് കിട്ടും? ക്ഷേമം കൈവരിക്കാം. ക്ഷേമം എന്ന് പറഞ്ഞാൽ ഭയവും ഉണ്ടാവില്ല, ദുഃഖവും ഉണ്ടാവില്ല. ക്ഷേമത്തിലാണ്, പരമക്ഷേമത്തിലാണെന്ന് പറയാം. അതുകൊണ്ട് അങ്ങയുടെ മനസ്സ് ഇനി ഉറപ്പിക്കണം. ഭാര്യയും മക്കളും വീടും സമ്പത്തും അല്ല പ്രിയമായി എടുക്കേണ്ടത്. സവൈ പ്രിയതമശ്ച ആത്മാ, ആരെ പ്രിയനായി കണക്കാക്കണം? തൻ്റെ അന്തരാത്മാവായിരിക്കുന്ന ഭഗവാനെ പ്രിയനായി കണ്ട്. യതോ ന ഭയമണ്ണൊബി, അതിനെ പ്രിയനായി എടുത്താൽ അല്പം പോലും ഭയം അങ്ങയുടെ മനസ്സിലുണ്ടാവില്ല. അപ്പം ഭയം പോവാനുള്ള വഴി ആരെ പ്രിയമാക്കിയെടുക്കണം? ഭഗവാനെ. ഇതി വേദസവൈ വിദ്വാൻ, ഇത് അറിയുന്നവനാണ് വിദ്വാൻ. അവൻ സ ഗുരു സ ഹരി, അവൻ തന്നെ അവന് ഗുരു, അവൻ തന്നെ അവന് ഹരിയായി തീർന്നിരിക്കുന്നു. അപ്പം നമ്മുടെ മനസ്സിലെ ഭാരം മുഴുവൻ മാറ്റാൻ എങ്ങനെ മാറ്റാൻ സാധിക്കുള്ളൂ? പ്രിയനായി ഭഗവാനെ എടുത്തുകൊണ്ട് ആ ഭഗവാനിൽ തന്നെ മനസ്സിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആർക്കും നിൽക്കാൻ പറ്റില്ല. പിന്നെ ആർക്കും നിൽക്കാൻ പറ്റില്ല? ദുഃഖങ്ങൾക്കും വിഷമങ്ങൾക്കും നിൽക്കാൻ സാധിക്കും. വെളിച്ചം വന്നാൽ ഇരുട്ടിന് നിലനിൽക്കാൻ സാധിക്കും. അതുപോലെ ഭഗവാന്റെ സാന്നിധ്യത്തിൽ, നമുക്ക് ധൈര്യവും ശക്തിയും തരുന്ന ഭഗവാന്റെ സാന്നിധ്യത്തിൽ ദുർബലങ്ങളായിട്ടുള്ള ദുഃഖത്തിനും ഭയത്തിനും നിൽക്കാൻ സാധ്യമല്ല. ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ആ നാരദ മഹർഷി നല്ലവണ്ണം ഉപദേശം കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിന് നല്ലവണ്ണം ശ്രദ്ധ വന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇനി അങ്ങയുടെ മനസ്സിനെ ആ ഭഗവാനിലേക്ക് ഉറപ്പിക്കൂ. തീർച്ചയായിട്ടും അങ്ങയുടെ മനസ്സ് അതിലേക്ക് ഉയർന്നിട്ടുണ്ട്. മനയേവ മനുഷ്യേന്ദ്രാഭൂതാനം ഭവഭാവനം, അല്ലെങ്കിൽ അങ്ങയുടെ മനസ്സ് വീണ്ടും വീണ്ടും അങ്ങയെ ദുഃഖിപ്പിക്കും, വിഷമിപ്പിക്കും. ഇതല്ലാതെ വേറെ മാർഗങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നാണ്. അങ്ങനെ അനുഗ്രഹം കിട്ടിയ അദ്ദേഹം അവിടുന്ന്, നാരദ മഹർഷി അവിടുന്ന് പോയതിന് ശേഷം ഇപ്രകാരമൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പ്രാചീനമർഹിഷാജശ്രീ പ്രജാസർഗാവിരക്ഷണേ ആദിശ്യപുത്രാനഗമൽ തപസേ കപിലാശ്രമം, അവിടെ നിന്ന് കപിലാശ്രമത്തിലേക്ക് പോയി. ഏതത് അധ്യാത്മപാരോക്ഷം ഗീതം ദേവർഷിനാനഘ, നാരദ മഹർഷിയിൽ നിന്ന് കിട്ടിയ ഈ അധ്യാത്മത്തെ, പാരോക്ഷ്യമായ സൂക്ഷ്മമായ അധ്യാത്മതത്വത്തെ നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചു എന്നാണ്. അതുപോലെ ആരാണോ ഇത് പഠിച്ച് മനസ്സിലാക്കുന്നത് അവർക്കും അവരുടെ ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഉപസംഹരിപ്പിക്കുന്നത്. ഏതൻ മുകുന്ദേശസാഭുവനം പുനാനം ദേവർഷിവര്യമുഖ നിസ്മൃത ആത്മശൗചം യകീർത്യമാനം അധിഗച്ഛതി പാരമേഷ്ട്യം നാസ്മിൻ ഭവേ ഭ്രമതി മുക്തസമസ്തബന്ധ. ഇപ്രകാരമുള്ള ഈ പരമമായ തത്വത്തെ മനസ്സിലാക്കി ആരാണോ ജീവിതം നയിക്കുന്നത് അവർക്കും എല്ലാ ബന്ധനത്തിൽ നിന്ന് മുക്തരാവാൻ സാധിക്കും എന്ന് പറഞ്ഞിവിടെ ഉപസംഹരിപ്പിച്ചു. അങ്ങനെ പുരഞ്ജനോപാഖ്യാനം നമ്മളിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്.